മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു, വാവട്ടെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ കോളിൽ കാണിച്ച് അവൻ ഉറങ്ങുമായിരുന്നു, പല്ലുവേദന നീരായിട്ട്. അപ്പം എന്നോട് പറഞ്ഞ് പൊട്ടിക്കര വെച്ചേട്ടാ. അപ്പം ഞാൻ ഓർത്തിട്ട് മിക്ക ദിവസവും ഇങ്ങനെ ഷൂട്ടിന് പോകുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല, എനിക്ക് കാണണം, എനിക്ക് കുഞ്ഞില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കരയുന്നതാണ്. ഞാനോടത്ത് അങ്ങനെ സാധാരണ കരയുന്നതായിരിക്കും, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം വാവട്ടെ. എന്നെ വിനുമാഷി വെളുപ്പിനെ വിളിക്കുന്ന എന്താ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ചേച്ചി ഫേസ്ബുക്കിൽ എന്തോ ന്യൂസ് ഒന്നുമില്ല ചേച്ചെന്ന് വെച്ച് എന്താണെന്ന് വെച്ചെന്നെ വെച്ച്. അപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ചേട്ടൻ നമ്മളെ വിട്ട് പോകുന്നു. ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ സൂചേട്ടൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. സൂചേട്ടൻ ആ ഫ്ലോർ വിട്ട് പോകത്തില്ല. സൂചേട്ടൻ ഞാനത് ചിന്നു ലക്ഷ്മിയോടും അനൂപേട്ടനോടും നോബിച്ചേട്ടനോടും ഒക്കെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സൂചേട്ടൻ ആ ഫ്ലോർ വിട്ട് പോകാൻ പറ്റത്തില്ല. സൂചേട്ടൻ എപ്പോഴും പറയും സ്റ്റാർ മാജിക് അനൂപേട്ടൻ ഈ 2 പേരും ഒരു ദിവസം എപ്പോഴും പറയും, ചേട്ടൻ ആ ഫ്ലോർ വിട്ട് പോകത്തില്ല. ചേട്ടൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെ ആ ഫ്ലോറിലുണ്ടാകും. ചേട്ടൻ അങ്ങനെ പോകാൻ പറ്റത്തില്ല. സ്റ്റാർ മാജിക്കിന്ന് പോകത്തില്ല ചേട്ടൻ, വിട്ടാലും പോകത്തില്ല ചേട്ടൻ. എപ്പോഴും എവിടെ ഷൂട്ടിന് പോയാലും എനിക്കും കുഞ്ഞുങ്ങൾക്കുള്ള എവിടെയാ വാവട്ട വല്ലതും കഴിച്ചോ, പിള്ളേരെന്തിയെ, കിച്ചു അവിടെ ഉണ്ടോ, കിച്ചു അവിടെ പോയി, മോന് ബിസ്ക്കറ്റ് ഉണ്ടോ, പാമ്പേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു കോള് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇത് തന്നെയാണ് ചിന്ത ആളുടെ. അന്ന് എന്നെ അമ്മയെന്ന് വിളിച്ചാണ്, ഈ നിമിഷം എന്നെ അമ്മയെന്നാണ് അവൻ വിളിക്കുന്നത്. അവനെൻ്റെ മൂത്ത മോനാണ്. എൻ്റെ ഋതുക്കുട്ടനാണ് ഇപ്പോഴാണ് എനിക്ക് കണ്ടത്. അതിന് മുന്നേ എന്നെ അമ്മയെന്ന് വിളിച്ച അവനാണ്. അവനെൻ്റെ സ്വന്തം മോൻ തന്നെയാണ്. സൂചേട്ടൻ അതാണ് ആഗ്രഹം. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കിച്ചുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കിച്ചുവിന് അമ്മ എന്നില്ലായിരുന്നു കൂടെ. അപ്പോൾ എനിക്ക് അവർ രണ്ടിനെ ഇഷ്ടമായി. അപ്പോൾ എന്നോട് ചോദിച്ചു, കിച്ചുവിൻ്റെ അമ്മയായിട്ട് വരുമോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞു, സൂചേട്ടാ ഞാൻ വന്നോളാം, ഞാൻ നോക്കിക്കോളാം മരണം വരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്നേഹിച്ചത്. ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ബന്ധു വന്നു, ചേട്ടൻ്റെ ഫിഗർ ഇതുള്ള ഓടിച്ചെന്ന് കുല്ലശ്രുതി എന്നാണ് പറയുന്നത്. കുല്ലശ്രുതി വന്നെന്ന് പറഞ്ഞു ഓടിച്ചെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, കുല്ലശ്രുതി ഷൂട്ടിന് പോയേക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് കയറിയിട്ട് പാത്തിരുന്ന് ചേട്ടനിങ്ങനെ വന്ന് ഡോറെ തൊട്ടുമ്പോഴത്തേന് ഇവനുമായിട്ട് പാത്ത് കളിയൊക്കെ. ഇപ്പം ഇവൻ പറഞ്ഞു, ഇല്ലമ്മേ കുല്ലശ്രുതി വന്ന്. ഞാൻ പറഞ്ഞു, ഇല്ലടാന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഞാൻ പറയാം പുറത്ത് നിന്ന് പറഞ്ഞ ചേട്ടൻ ഇത്രയും ഒരു വലിയൊരു ആളായിരുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. അതിൽ സാധാരണക്കാരനെ പോലെയാണ് ജീവിച്ച് ഈ മരണം വരെയും ജീവിച്ചത്. പിന്നെ വലിയൊരു സങ്കടം എപ്പോഴും കിടന്ന് സ്വന്തമായിട്ടൊരു വീട്ടിൽ ആവട്ടെ ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ജീവിച്ചിട്ടില്ലെന്ന് എപ്പോഴും പറയായിരുന്നു. നീയും വന്നപ്പോൾ നിനക്കും അതേ അവസ്ഥയായല്ലോ, വാടക വീടായല്ലോ, അങ്ങനെ ഒരു വിഷമം എപ്പോഴും കിടന്നു കേട്ടോ, എപ്പോഴും കിടന്നായിരുന്നു. ആളെല്ലാവരോടും സ്നേഹമാണ്. എൻ്റെ ചേച്ചിയാണെങ്കിലും ചേട്ടൻ്റെ ഒരുപാട് വയസ്സിന് ഇളയതാണ്. പക്ഷേ അന്ന് ഏട്ടത്തിന്ന് വിളിച്ച ആ വിളി, മരണത്തിന് തലേന്ന് ഏട്ടത്തിന്നാണ് വിളിച്ചത്. അതാണ് സ്നേഹം, ആളുടെ സ്ഥാനമാണ്. ആളുടെ ഒരുപാട് വയസ്സിന് ഇളയതാണ് ചേച്ചി. പക്ഷേ ഏട്ടത്തി അമ്മയല്ല, ഏട്ടത്തിന്ന് ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് ഇന്ന് വരെ. ആ പേര് പോലും ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല, ആ പേര് അറിയാവോന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഏട്ടത്തി എന്ത് വീട് കിട്ടിയാലും ആള് പോയല്ലേ, അതിന് പകരം ഒന്നും ആവത്തില്ല. ഞങ്ങൾക്കല്ല വീട്, ചേട്ടന് വീട് വെച്ച് കൊടുക്കുക. എനിക്കല്ല, എനിക്കോ പിള്ളേർക്കോ അല്ല. ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു ചേട്ടന് വീട് വെച്ച് കൊടുത്താൽ ഞങ്ങൾ അതിൽ താമസിക്കുമ്പോൾ ചേട്ടൻ്റെ മനസ്സ് നിറയും, ചേട്ടന് ശാന്തി കിട്ടും. അതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമസ്കാരം. കൊല്ലശ്രുതി എന്ന കലാകാരൻ ഇപ്പോൾ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം മലയാളികൾക്കിടയിൽ ഒരു തീരാ നൊമ്പരമാണ്. രേണു ചേച്ചിക്കും രേണു ചേച്ചിയുടെ ഫാമിലിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ലോകത്ത് എന്ത് വെച്ച് പകരം വെച്ചാൽ പോലും അദ്ദേഹത്തിന് പകരമാകില്ല. ലോകത്തിന് എന്ത് കൊണ്ട് തന്നു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മരണശേഷമാണല്ലോ അദ്ദേഹത്തിന് ഇത്രയും അധികം ആരാധകരുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ചേച്ചിക്ക് മലയാളികളോട് അദ്ദേഹത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്നവരൊക്കെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇത്രയും ആരാധകരുള്ള കാര്യം, ഏട്ടനെ ഇത്രയും പേര് സ്നേഹിക്കുന്നുള്ള കാര്യം. എല്ലാവർക്കും എൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോഴും എല്ലാവരും വിളിക്കുന്നുണ്ട്. ഏട്ടൻ പോയെങ്കിൽ എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് അത് ഏട്ടനോളം മതിയാവത്തില്ല. എല്ലാവർക്കും നന്ദി. ചേച്ചി, പെട്ടെന്നുള്ളൊരു വിയോഗമായിരുന്നല്ലോ. അദ്ദേഹം ഫ്ലവേഴ്സിന് ഒരു പ്രോഗ്രാമിനായിട്ടായിരുന്നു ഇവിടുന്ന് പോകുന്നത്. ഇത് എല്ലാവരും ഒരു ഞെട്ടലോടെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ഇത് ചേച്ചി അറിയുന്നത്? ഇത് അറിയുന്ന സമയത്ത് ഇത് ഉൾക്കൊള്ളാനായോ? ചേട്ടൻ എന്നോട് വെളുപ്പിനെ വരാൻ എത്തിയേക്കാം, കുഞ്ഞിന് പല്ലുവേദന നീരാണ്,
അപ്പോൾ ചേട്ടനും വയ്യായിരുന്നു, ആശുപത്രി കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. രാവിലെ വന്നു. അങ്ങനെ ഞാൻ കിടന്ന് രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഞാൻ കോള് നോക്കിയപ്പോൾ ചേട്ടൻ്റെ കോളൊന്നും വന്നില്ല. 6:30 ഞാൻ എഴുന്നേറ്റപ്പോൾ. ഇത്രയും നേരമായിട്ട് കാണാത്തപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയിട്ട് 3-4 പ്രാവശ്യം വിളിച്ച് നോക്കിയിട്ട് എടുക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇനി യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ എന്താ ലേറ്റ് ഉറക്കമായിരിക്കും എന്ന് ഓർത്ത് ഞാനപ്പം വെളിയിലോട്ട് ചെന്നപ്പോൾ കോള് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് കിടന്നപ്പോഴത്തേന് ഒരുപാട് കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കും എൻ്റെ ഫോണിലോട്ട്. ഞാൻ ആലോചിച്ച് ഇതെന്താ സംഭവം, ഇനി ഫേസ്ബുക്കിൽ ഇനി വേറെ പഴയ പോലെ എന്തെങ്കിലും ഇനിയും ന്യൂസ് വല്ലതും വന്നോ എന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് ചിന്ത പോയി. ഞാൻ ഒരാളുടെ കോൾ എടുത്ത്, ഒരു കൊല്ലത്തുള്ളൊരു നമ്മുടെ ചേട്ടൻ്റെ ഒരു സുഹൃത്താണ് വിനു എന്ന് പറയുന്നത്, വിനു മാഷെന്ന് വിളിക്കും. അപ്പം ഞാൻ ഹലോ, എന്നെ വിനു മാഷ ഈ വെളുപ്പിനെ വിളിക്കുന്ന എന്താ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഫേസ്ബുക്കിൽ എന്തോ ന്യൂസ് ഒന്നുമില്ല ചേച്ചെന്ന് വെച്ച് എന്താണെന്ന് വെച്ചിട്ട് വെച്ച്. അപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ചേട്ടൻ നമ്മളെ വിട്ട് പോകുന്നു, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ നമ്മളെ വിട്ട് പോകുന്ന ഓർത്തേ ഇല്ല. അപ്പം ഞാൻ ഇവിടെ കിച്ചു ഇവിടെ ആയിരുന്നു കിടന്നുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒന്ന് എഴുന്നേറ്റ്, എന്തോ പറ്റിയിട്ടുണ്ടോ, അച്ഛൻ എന്തോ പറ്റി എനിക്കറിയില്ല, നീ ഒന്ന് എഴുന്നേറ്റ് ആരെയും ഒന്ന് വിളിച്ചേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ്. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ എല്ലാ ആളുകളാണ്. എല്ലാവരോടും ചോദിച്ച് ഇത്രയും പറഞ്ഞാൽ മതി, എന്തെങ്കിലും പറ്റിയില്ലല്ലോ, ഇതോ എന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ചെറിയൊരു അപകടമുണ്ട്, ശ്രുതിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിലായായിരുന്നു. രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണല്ലോ. അദ്ദേഹം വാവുട്ടെന്നാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. വാവുട്ടേന്നേ വിളിക്കത്തുള്ളൂ. ഞാൻ കുറെ ഇപ്പം പറയും എല്ലാവരുടെ മുന്നിൽ എങ്ങനെ വാവുട്ടേന്ന് വിളിക്കില്ല. ചിലപ്പോഴൊക്കെ പറയും ചേട്ടാ എന്നെ രേണുന്നോ രേഷ്മെന്നോ, ഇല്ല വാവുട്ടെ, ഞാൻ എല്ലാവരും ആര് നിന്നാലും ഞാൻ വാവുട്ടേന്നേ വിളിക്കത്തുള്ളൂ. അതാ പുള്ളി, അതാ ഏട്ടൻ. ഫ്ലവേഴ്സ് വേദികളിലൊക്കെ ചേച്ചിയും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ പേര് പറയാത്ത വേദികളില്ല, അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ പഴയ ഡ്രൈവറോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം വണ്ടിയിലിരുന്നും കൂടുതൽ സംസാരിക്കുന്നത് ചേച്ചിയും കുഞ്ഞുങ്ങളെ പറ്റിയാണ്, എപ്പോഴും വാചാലനാകുന്നത്. അത്രത്തോളം ഒരു സ്നേഹമായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. എപ്പോഴും എവിടെ ഷൂട്ടിന് പോയാലും എനിക്കും കുഞ്ഞുങ്ങൾക്കുള്ള എവിടെയാ വാവുട്ട വല്ല കഴിച്ചോ, പിള്ളേരെന്തിയെ, കിച്ചു അവിടെ ഉണ്ടോ, കിച്ചു അവിടെ പോയി, മോന് ബിസ്ക്കറ്റ് ഉണ്ടോ, പാമ്പേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു കോള് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇത് തന്നെയാണ് ചിന്ത ആളുടെ. അവിടെ അങ്ങനെ എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് വരണേ, അതൊക്കെയുള്ളൂ പറച്ചിലും കാര്യങ്ങളും. എപ്പോഴും ഞങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ്. ചേച്ചി, നിങ്ങൾ തമ്മിലൊരു ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹം ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? എനിക്ക് ചേട്ടനെ അറിയാവുന്നത് മഴവിൽ മനോരമയിൽ വെച്ചിട്ടാണ്. അത് അവിടെ വെച്ചിട്ടൊന്നല്ല, അവരുടെ ഷോയിൽ വെച്ചിട്ടാണ് ചേട്ടനെ ശ്രദ്ധിച്ചത്. അപ്പം കല്യാണ ചെറുക്കനായിട്ട് ഒരു വേഷം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടനെ. അപ്പം ഞാനിങ്ങനെ എനിക്കറിയാം, സെലിബ്രിറ്റീസുമായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് ഈ മേഖലയിൽ എനിക്കങ്ങനെ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ സാധാരണ. അപ്പം സുബീഷ് ഹിൻഡസ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, തമാർ പടാറിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ ചേട്ടായി എൻ്റെ ഫ്രണ്ടാണ്, ആങ്ങളെ പോലെ ആയിരുന്നു, ആങ്ങളെ തന്നെയാണ്. അപ്പം ഇപ്പോഴും അപ്പോൾ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, കൊല്ലശ്രുതി ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, മോളെ എന്തിനാ? ഞാൻ പറഞ്ഞു ചേട്ടനോട് ഞാൻ വലിയ ഫാനാണ്, ഒന്ന് മിണ്ടാനാന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ എനിക്ക് നമ്പർ തന്നു. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഹായ് അയച്ചു. അങ്ങനെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കിച്ചുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കിച്ചുവിന് അമ്മ എന്നില്ലായിരുന്നു കൂടെ. അപ്പോൾ എനിക്ക് അവർ രണ്ടിനെ ഇഷ്ടമായി. അപ്പോൾ എന്നോട് ചോദിച്ചു, കിച്ചുവിൻ്റെ അമ്മയായിട്ട് വരുമോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞു, സുചേട്ടാ ഞാൻ വന്നോളാം, ഞാൻ നോക്കിക്കോളാം മരണം വരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്നേഹിച്ചത്. ആ സമയത്ത് കിച്ചുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? അവനന്ന് 11 വയസ്സ്. അതിനുശേഷം വീട്ടുകാരെല്ലാം ഇടപെട്ട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും രജിസ്റ്റർ മാരേജ് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇപ്പം കിച്ചുവിനെ ചേച്ചി സ്വന്തം മകനെ പോലെയാണ് നോക്കുന്നത്, അത്രത്തോളം സ്നേഹമാണ്. വിവാഹത്തിന് ശേഷം എങ്ങനെയായിരുന്നു? അവനന്ന് കുഞ്ഞായിരുന്നു. ഇപ്പോഴാണ് 18 വയസ്സായതും പൊക്കം വെച്ചതും ഒക്കെ. എൻ്റെ അത്ര ഉള്ളായിരുന്നു അവന്. ഞാൻ കുഞ്ഞതാണ്, സൂചേട്ട കുഞ്ഞതായിട്ട് തന്നെയാണ്. അവനും എൻ്റെ അത്ര ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അന്നൊന്നും എനിക്കും മെച്യൂരിറ്റി ഇല്ലാത്തൊരിതായിരുന്നു. സൂചേട്ടനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനം എല്ലാം. സൂചേട്ടൻ അങ്ങനെയായിരുന്നു, എന്നെയും കൂടെ മോളായിട്ടായിരുന്നു ഏട്ടൻ കണ്ടുകൊണ്ടിരുന്നത്. അവനുമായിട്ട് എപ്പോഴും സന്തോഷമായിട്ട് കളിയും ചിരിയൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പിന്നെ കുറച്ച് ഈ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് അവൻ ഇച്ചിരി വലിയതായത്. അന്ന് എന്നെ അമ്മയെന്ന് വിളിച്ചാണ്, ഈ നിമിഷം എന്നെ അമ്മയെന്നാണ് അവൻ വിളിക്കുന്നത്.
അവനെൻ്റെ മൂത്ത മോനാണ്. എൻ്റെ ഋതുക്കുട്ടനാ ഇപ്പോഴാണ് എനിക്ക് കണ്ടത്. അതിന് മുന്നേ എന്നെ അമ്മയെന്ന് വിളിച്ച അവനാണ്. അവനെൻ്റെ സ്വന്തം മോൻ തന്നെയാണ്. സുചേട്ടൻ അതാണ് ആഗ്രഹം. മോൻ്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്? എങ്ങനെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുമെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? അക്സെപ്റ്റ് ചെയ്തവൻ അച്ഛൻ പോയെന്ന് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചേട്ടൻ പോയി, ഇനി അച്ഛൻ വരത്തില്ലെന്ന് ഞാനത് പറഞ്ഞും കൊടുത്തു അവൻ്റെ അടുത്ത്. ചേച്ചിയുടെ രണ്ടാമത്തെ മകൻ കുഞ്ഞിനിപ്പം എങ്ങനെയാണ്? കുഞ്ഞിപ്പം അച്ഛനെ ചോദിക്കുന്നുണ്ടോ? എപ്പോഴും ചോദിക്കും. അത് അവർ രണ്ടും ഭയങ്കര ഒരു ബന്ധമായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും അത് ആലോചിക്കും. എന്നോട് എപ്പോഴും ഈ മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു, വാവട്ടെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ കോളിൽ കാണിച്ച് അവൻ ഉറങ്ങുമായിരുന്നു, പല്ലുവേന നീരായിട്ട്. അപ്പം എന്നോട് പറഞ്ഞ് പൊട്ടിക്കരയുക ചേട്ടാ. അപ്പം ഞാൻ ഓർത്തിട്ട് എന്ന് മിക്ക ദിവസവും ഇങ്ങനെ ഷൂട്ടിന് പോകുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല, എനിക്ക് കുഞ്ഞില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കരയുന്നതാണ്. ഞാനോർത്ത് അങ്ങനെ സാധാരണ കരയുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണമാവട്ടെ, അവനെ വഴക്ക് പറയല്ലേ, അവനെ അടിക്കുകയൊന്നും ചെയ്യല്ലേ. ഞാൻ ചുമ്മാ ചെറിയ തട്ടൊക്കെ കൊടുക്കുമ്പോൾ എന്നെ വഴക്ക് പറയും ചേട്ടൻ. ഇന്ന് ഈ നിമിഷം വരെ 3.25 വയസ്സുണ്ട് കുഞ്ഞിന്. എന്ത് കുസൃതി കാണിച്ചാലും ഞാൻ വഴക്ക് പറയും. പക്ഷെ സുധിച്ചേട്ടൻ വഴക്ക് പറഞ്ഞിട്ടില്ല കുഞ്ഞിനെ, ഇന്ന് വരെ വഴക്ക് പറഞ്ഞിട്ടില്ല. മൂത്ത മോൻ ഇത്രയും വലുതായിട്ടും അവന് എപ്പോഴും കുഞ്ഞു കൊച്ചായിട്ട് കരുതുന്ന ആയിരുന്നു സുധിച്ചേട്ടൻ. അപ്പോൾ ആ കുഞ്ഞിനെ വഴക്ക് പറയാൻ സമ്മതിച്ചിട്ടേ ഇല്ല ഏട്ടൻ. അപ്പോൾ അവൻ ഇടയ്ക്ക് ചോദിക്കും. ഇന്നലെയാണെങ്കിലും ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ബന്ധു വന്നു, ചേട്ടൻ്റെ ഫിഗർ ഇതുള്ള ഓടിച്ചെന്ന് കുല്ലശ്രുതി എന്നാണ് പറയുന്നത്. കുല്ലശ്രുതി വന്നെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല പോനെ, കുല്ലശ്രുതി ഷൂട്ടിന് പോയേക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് കയറിയിട്ട് പാത്തിരുന്ന് ചേട്ടനിങ്ങനെ വന്ന് ഡോറെ തൊട്ടുമ്പോഴത്തേന് ഇവനുമായിട്ട് പാത്ത് കളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ലമ്മേ കൊല്ലശ്രുതി വന്ന്. ഞാൻ പറഞ്ഞു ഇല്ലടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിന് പോയെന്നാണ് അവൻ പറയുന്നത്. അവനോടിപ്പോൾ ചോദിച്ചാലും നിങ്ങൾ ചോദിച്ചാലും അവൻ പറയുന്നത് ഷൂട്ടിന് പോയെന്നാണ് അവൻ പറയുന്നത്. ചേച്ചി ഇപ്പം മൂത്ത മകൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം സ്റ്റുഡൻ്റ് ആണോ? അവൻ ഇനിയിപ്പം ആനിമേഷൻ പഠിക്കാനാണ് അവൻ്റെ ആഗ്രഹം എന്നാണ് അവൻ പറഞ്ഞത്. അതിനെ പറ്റിയുള്ള അവൻ്റെ ഇഷ്ടം, അവനിഷ്ടമുള്ള എന്താണ് പഠിക്കുന്നത് പഠിക്കാനാണ് ആഗ്രഹം. സുധിച്ചേട്ടന് വലിയ ആഗ്രഹമായിരുന്നു അവനെ പഠിപ്പിക്കണം, ആനിമേഷൻ പഠിപ്പിക്കണമെന്ന്. അവന് ഈ കലയായിട്ട് അത്ര വലിയ കലാകാരൻ അങ്ങനെ ഒരു താല്പര്യം ഇല്ല ആൾക്ക് ആനിമേഷനും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഏട്ടൻ്റെ ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ പൈലറ്റ് ആക്കണമെന്നുമായിരുന്നു ആഗ്രഹം. മോനെ ഋതുലിനെ അതൊന്നും കാണാൻ പറ്റിയില്ല. എപ്പോഴും പറയും ഞാനില്ലേലും നീ അവനെ പഠിപ്പിക്കണം, പൈലറ്റ് ആക്കണം. സുധിച്ചേട്ടൻ്റെ ഫ്ലവേഴ്സ് കുടുംബം അവർക്കൊന്നും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അവരുടെ സഹപ്രവർത്തകനുപരി അവരുടെ ഒരു സഹോദരനായിരുന്നു. അത്രയും അടുപ്പമായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ അവർ ഈ ചടങ്ങുകളിലൊക്കെ പങ്കുകൊണ്ട് ആദ്യം തൊട്ടുണ്ടായിരുന്നു, അവസാനം വരെ അവർ സുധിച്ചേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് TV ഫുള്ള് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, അതുപോലെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കൊച്ചിയിൽ പൊതുദർശനത്തിന് വെക്കുന്ന സമയത്ത് കണ്ടതാണ്. അതായത് ശ്രീകണ്ഠൻ നായർ സാറും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വരുന്ന സമയത്ത് ഒരു മകൻ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാണ് അത്രയും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവർ പൊട്ടിക്കരയാണ്. അവസാനം ശ്രീകണ്ഠൻ നായർ സാർ അവരെ താങ്ങിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ അവർ തമ്മിലൊക്കെയുള്ള ആ ഒരു സ്നേഹബന്ധം നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതലായിട്ടും അറിയുന്നത്. ഇത്രത്തോളം അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന്. ചേട്ടനെന്ന് വെച്ചാൽ എളിമയുള്ളൊരു കലാകാരനായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഞാൻ പറയാം പുറത്തു നിന്ന് പറഞ്ഞ ചേട്ടൻ ഇത്രയും ഒരു വലിയൊരു ആളായിരുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. അതിൽ സാധാരണക്കാരനെ പോലെയാണ് ജീവിച്ച് ഈ മരണം വരെയും ജീവിച്ചത്. പിന്നെ വലിയൊരു സങ്കടം എപ്പോഴും കിടന്ന് സ്വന്തമായിട്ടൊരു വീട്ടിലുമാവട്ടെ ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ജീവിച്ചിട്ടില്ലെന്ന് എപ്പോഴും പറയായിരുന്നു. നീയും വന്നപ്പോൾ നിനക്കും അതേ അവസ്ഥയായല്ലോ, വാടക വീടായല്ലോ, അങ്ങനെ ഒരു വിഷമം എപ്പോഴും കിടന്നു കേട്ടോ. എപ്പോഴും കിടന്നായിരുന്നു, എപ്പോഴും. ആവട്ടെ ഞാൻ ഓർമ്മ വെച്ച കാലത്തോളം എനിക്കറിയത്തില്ല ആവട്ടെ. ഇനി ഞാൻ പറയും ചേട്ടാ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും, നമുക്ക് വീടൊക്കെ ദൈവം തരുമെന്ന് ഞാൻ എപ്പോഴും ധൈര്യപ്പെടുത്തുമായിരുന്നു ഏട്ടനെ. ചേച്ചി ശ്രീകണ്ഠൻ നായർ സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ആയിട്ട് ഉള്ള ബന്ധം എങ്ങനെയാണ്? കാരണം അവർക്കൊക്കെ അത് താങ്ങാവുന്നതിന് അപ്പുറമാണല്ലോ. നമ്മൾ അവിടെ അത് കണ്ടാൽ ചേച്ചിക്കുന്നത് മനസ്സിലാവും. ചേട്ടന് എളിമ തന്നെ ആയിരിക്കും. കാരണം ഞാൻ അവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, ചേട്ടൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ചേട്ടൻ്റെ എളിമ, അവരോടുള്ള ആ ബഹുമാനം, ചേട്ടൻ ആരോട് കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ പ്രായമായവരെ വരെ ചേട്ടൻ ഒരുപോലെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. ചേച്ചി അതുപോലെ തന്നെ സുധിച്ചേട്ടൻ ഇല്ലാത്ത സ്റ്റാർ മാജിക് പ്രോഗ്രാം സുധിച്ചേട്ടൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല.
സൂചേട്ടൻ ആ ഫ്ലോർ വിട്ട് പോകത്തില്ല സൂചേട്ടൻ. ഞാനത് ചിന്നു ലക്ഷ്മിയോടും അനൂപേട്ടനോടും നോബിച്ചേട്ടനോടും ഒക്കെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സൂചേട്ടൻ ആ ഫ്ലോർ വിട്ട് പോകാൻ പറ്റത്തില്ല. സൂചേട്ടൻ എപ്പോഴും പറയും സ്റ്റാർ മാജിക് അനൂപേട്ടൻ, സ്റ്റാർ മാജിക് അനൂപേട്ടൻ, ഈ 2 പേരും ഒരു ദിവസം എപ്പോഴും പറയും ചേട്ടൻ ആ ഫ്ലോർ വിട്ട് പോകത്തില്ല ചേട്ടൻ. ചേട്ടൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെ ആ ഫ്ലോറിലുണ്ടാകും. ചേട്ടൻ അങ്ങനെ പോകാൻ പറ്റത്തില്ല. സ്റ്റാർ മാജിക്കിന്ന് പോകത്തില്ല ചേട്ടൻ, വിട്ടാലും പോകത്തില്ല ചേട്ടന്. അവരൊക്കെ ചേച്ചിയെ വിളിച്ച് സംസാരിക്കാറുണ്ടോ? വിളിച്ച് സംസാരിക്കും, ആശ്വസിപ്പിക്കും ഉണ്ടായിരുന്നു. അന്ന് മുതലേ തീർച്ചയായിട്ടും അവർ അങ്ങനെയായിരുന്നു. അവരോടുള്ള എന്നോടും അങ്ങനെയായിരുന്നു ആ ബഹുമാനവും സ്നേഹം. അന്ന് എന്നെ പരിചയപ്പെടുത്തിയതാ ചേട്ടൻ തമാർപ്പടാറ് തുടങ്ങിയ ആ സമയത്ത്. അന്നും ഇന്നും അവരെല്ലാം എന്നെ ഒരുപോലെയാണ് കാണുന്നത്. ചേച്ചി എന്നല്ല തന്നെ വിളിച്ചിട്ടില്ല അവരാരും. അതേ സ്നേഹം സുധിച്ചേട്ടനുള്ള ബഹുമാനവും സ്നേഹമാണ് എന്നോടും അവർ തന്നേക്കുന്നത്. സുധിച്ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ വന്നതിന് ശേഷം അസീസിക്ക അത് അദ്ദേഹമായിട്ടുള്ള സ്നേഹബന്ധം ചേച്ചിക്ക് അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിന് തുടക്കകാലം മുതൽ അത്രയോ ഒരു സഹോദരനെ പോലെ കൂടെ നിന്നാണല്ലോ. അദ്ദേഹം ഈ വീട്ടിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പോലും ആകാത്ത വിധത്തിൽ അദ്ദേഹം ഒറ്റ ഇരിപ്പാണ്, പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? ഇക്കയെ പറ്റി പറയുമായിരുന്നു. ചെറുപ്പം തൊട്ടേ ഒരുമിച്ചായിരുന്നു, എല്ലാ പ്രോഗ്രാമിനും പോവുകയും. ചേച്ചിയെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണല്ലോ വാവക്കുട്ടൻ എന്നത്. വാവുട്ട എന്നാ വിളിക്കുന്നത്. ഓക്കെ, എങ്ങനെയായിരുന്നു ആ ഒരു പേര്, വിളിപ്പേര്? വാവെന്നായിരുന്നു ആദ്യം വിളിച്ചോണ്ട്. അങ്ങനെ അത് സ്നേഹം കൂടിയിട്ടിട്ടതാന്ന് തോന്നുന്നു അങ്ങനെ ഒരു പേര്. ഇന്നും ഞാൻ ചോദിച്ചിട്ടില്ല അത് എന്തായിട്ടാ അങ്ങനെ ഇട്ടെന്ന്. ചേച്ചി ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ജോലിയായിട്ട് അതും ആ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയില്ലായിരുന്നു? ഇല്ല, ഞാനത് മുഴുവൻ പൂർത്തീകരിച്ചില്ലായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ജസ്റ്റ് പഠിച്ചെന്നുള്ള സത്യമാണ്. അതിൻ്റെ എക്സാം പോലും എഴുതാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ഡിപ്ലോമ ആയിരുന്നു. ഇളയ മകനെ സ്കൂളിൽ ചേർക്കുന്ന ആദ്യ ദിവസം അദ്ദേഹം ഫ്ലവേഴ്സിൽ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല, ഒരു വിഷമത്തോടെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു മോൻ ആ സമയത്ത് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നോ? ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നോ? കൂടെ വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയും രമ്യ ചേച്ചിയും ചേട്ടാപ്പി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മക്കള് 2 പേരും കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോയി അവന് ആ വിഷമം അറിയിക്കാതാണ് അവർ കൊണ്ടുപോയത് സ്കൂളിൽ. ചേട്ടൻ തലേന്ന് ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചേട്ടാപ്പി ചേച്ചിയും സെയിം അതുപോലെ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കൂട്ടം ബാഗും പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയ ബാഗും എല്ലാം ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ആണ് അവൻ ഇരുന്നത്. അതുകൊണ്ട് ചേട്ടന് സന്തോഷമായിരുന്നു എല്ലാ ബാഗും ഒക്കെ ഉള്ളതുകൊണ്ട്. ആള് പറഞ്ഞ് ഷൂട്ടിന് പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് ഞാൻ സ്കൂളിലെ ടീച്ചറിനോടും പറഞ്ഞായിരുന്നു ചേട്ടത്തിലൊക്കെ കൂടെ കുഞ്ഞിനെ വിടുക, ഞാൻ വന്നിട്ട് സ്കൂളിൽ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോ അയച്ചു കൊടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ കുഞ്ഞ് ഇത്രയും വലുതായോ ആവട്ടെ എന്ന് പറഞ്ഞു. ചേച്ചിയാണ് അയച്ചു കൊടുത്തത് ഫോട്ടോ, സ്കൂളിൽ നിൽക്കുന്ന ബാഗ് വിട്ടുകൊണ്ട്. അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ചേട്ടനുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പഴയ ഡ്രൈവർ ലിജോ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സുധിച്ചേട്ടൻ സേഫ്റ്റിക്ക് ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം ഓവർ സ്പീഡൊക്കെ ഭയങ്കര പേടിയാ ചേട്ടന്. ഇവിടെ പതുക്കെ പോടാ. അപ്പൊ ഞങ്ങള് ചോദിക്കാൻ എന്നാ പിന്നെ ചേട്ടൻ നടന്നു പോയാൽ പോരെ ചേട്ടാ എന്ന് പറയുമായിരുന്നു. ആൾക്ക് പേടിയല്ല സ്പീഡും. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വണ്ടിയിൽ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടിക്കും. അതുപോലെ തന്നെ ഭയങ്കര സേഫ്റ്റി ആൾക്ക് നമ്മളെ നോക്കും, കുഞ്ഞിനെ സേഫ് ആണോ. കുഞ്ഞിന് കഴിഞ്ഞ ദിവസം കുഞ്ഞിന് സീറ്റ് ബെൽറ്റ് ഇടുക ഞാൻ നോക്കിയപ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ മുറുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് അങ്ങനെ വേണം വാവട്ടെ ചെയ്യാന്ന് പറയും. സുധിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു സ്വപ്നമായിരുന്നല്ലോ സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ ഫ്ലവേഴ്സ് കുടുംബമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു വീട് ഞങ്ങൾ വെച്ച് നൽകും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹപ്രവർത്തകർ പറയുന്നത് സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സുധിച്ചേട്ടന് സ്വന്തമായിട്ടൊരു വീട്. എന്ത് വീട് കിട്ടിയാലും ആള് പോയല്ലേ, അതിന് പകരം ഒന്നും ആവത്തില്ല. പിന്നെ ചേട്ടനെ സംബന്ധിച്ച് ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കുമ്പോൾ പുള്ളി പറയും എൻ്റെ വയറ് നിറഞ്ഞ്. ഞങ്ങൾ ചോദിക്കുന്നത് എന്തു ഏട്ടാ ഫുഡ് കഴിക്കത്തില്ല, ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് മേടിച്ച് പുള്ളി ഡ്രസ്സ് മേടിക്കത്തില്ല, പുള്ളിക്ക് അതാണ് ഹാപ്പിനെസ്. അപ്പം ഞങ്ങൾക്കല്ല വീട്, ചേട്ടന് വീട് വെച്ച് കൊടുക്കുക. എനിക്കോ പിള്ളേർക്കോ അല്ല. ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു ചേട്ടന് വീട് വെച്ച് കൊടുത്താൽ ഞങ്ങൾ അതിൽ താമസിക്കുമ്പോൾ ചേട്ടൻ്റെ മനസ്സ് നിറയും, ചേട്ടന് ശാന്തി കിട്ടും. അതാണ് എൻ്റെ മനസ്സ് പറയുന്നത്.
ചേച്ചി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വീട് സാധ്യമാകാതെ പോയത്? കാരണം രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളായിരുന്നു, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അറിയാലോ. അപ്പം ഒരുപാട് കടങ്ങളൊക്കെ തീർത്ത് വരുമായിരുന്നു ഏട്ടന്. ഓരോ കടങ്ങളും തീർത്ത് വരുന്നതുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. കടങ്ങൾ തീർത്തിപ്പം എന്നോട് പറഞ്ഞു രക്ഷപ്പെടാൻ പോവാവട്ടെ, നമ്മൾ രക്ഷപ്പെടാൻ പോവാന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പം ഈ ഒരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ നമ്മളോടൊക്കെ നിരന്തരം ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്. അത് അവർക്കാവുന്ന വിധത്തിലൊരു സഹായം അവർ ചെയ്യട്ടെ ചേച്ചി. അപ്പം അവരുടെ ഒരു സന്തോഷമാണ്, അതായത് മക്കളുടെ ഭാവിക്കൊക്കെ ഒരു സാമ്പത്തിക സഹായം അവരെ കൊണ്ടാകുന്ന വിധത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു പെർമിഷനോടുകൂടി നമ്മുടെ ചേച്ചിയുടെ അക്കൗണ്ട് വിവരങ്ങളൊന്ന് പുറത്തു വിടുകയാണ്. എന്ത് സഹായം കിട്ടിയാലും എൻ്റെ ഏട്ടൻ ജീവിച്ചിരുന്നപ്പോൾ എന്നും ടെൻഷനും കാര്യങ്ങളുമായിരുന്നു. ഏട്ടനൊരു സന്തോഷമില്ലാതെ ആയിരുന്നു ജീവിച്ച ആൾ പോയി. എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് അതൊന്നും ചേട്ടൻ്റെ തുല്യമാകത്തില്ല. ഒന്നും എന്ത് തന്നാലും ആരെന്ത് തന്നാലും അതിന് പകരമാകത്തില്ല. അദ്ദേഹത്തിന് ഇപ്പം നിരവധി പ്രൊജക്ടുകൾ സിനിമയിൽ അദ്ദേഹം സജീവമാവുകയായിരുന്നു. നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തിക്കൊണ്ട് ഒരു നല്ല സമയത്തിലേക്ക് അദ്ദേഹം കടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അപ്പോഴാണ് ഇത്തരത്തിലൊരു വിധി അദ്ദേഹത്തെ തേടിയെത്തിയത്. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ ഒട്ടും സാധിക്കാത്തൊരു കാര്യമാണല്ലോ ചേച്ചി. ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നില്ല, ഞങ്ങൾ ആധികാരികമായിട്ട് ഒഫീഷ്യലായിട്ടൊന്നും അങ്ങനെ ഞങ്ങൾ സംസാരമില്ല. ഇപ്പം സംസാരിച്ചാലും തമാശ പറച്ചിലും ചെറിയ വഴക്കും പിണക്കങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ലൈഫ്. അല്ലാതെ ഇങ്ങനെ ഒരു കോൾ ഷീറ്റ് വന്നെന്നോ അല്ലെങ്കിൽ കോൾ ഷീറ്റ് ഒപ്പി അങ്ങനെ സിനിമയുടെ കാര്യം അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. എനിക്കതിനെപ്പറ്റി പുതിയ പ്രോജക്റ്റ് അങ്ങനെയൊന്നും അറിയില്ല. എന്നോടതൊന്നും പറയാറില്ല. ഞങ്ങളെപ്പോഴും തമാശ അടിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാറില്ലായിരുന്നു കേട്ടോ. സുചേട്ടനെ അവസാനമായി കാണാൻ സുരേഷ് ഗോപി സാർ എത്തിയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത് വളരെ വൈകാരികമായിട്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഈ ഒരു മരണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഒരു മികച്ച കൊമേഡിയനായിരുന്നു. അദ്ദേഹത്തിന്റെ കോമഡി ചില ഡയലോഗുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ അവരെ പോലുള്ള വലിയ ആളുകൾ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും വലിയൊരു സാറ് സുരേഷ് ഗോപി സാറൊക്കെ വന്നു കണ്ണുനീര് അവിടെ ചേട്ടനെ കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് എനിക്ക് പറയാൻ വാക്കുകളില്ല. സാറിൻ്റെ ഒക്കെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നവർക്കൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. സുചേട്ടൻ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. നമ്മളൊക്കെ ഇവിടെ എത്തുമ്പോൾ നാട്ടുകാരൊക്കെ എല്ലാവരും ഒരു കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. അവർക്ക് എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ആണെന്ന് ആ ഒരു മനോഭാവം ഒന്നുമില്ല. എല്ലാവരുടെ അടുത്തും സാധാരണക്കാരനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ആര് വന്നാലും വിളമ്പി കൊടുക്കുന്ന തന്നെത്താനെ വിളമ്പി ആഹാരം. ആർക്ക് പപ്പായ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ചേട്ടാപ്പിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒരുപോലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അവർക്ക് വായിൽ വെച്ച് കൊടുക്കും. നമ്മളെ ഒന്നും അടുക്കളയിൽ കയറ്റത്തില്ല. ആളിവിടെ ഉണ്ടെങ്കിൽ ആൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വേണ്ട ചേട്ടത്തി വിടിരിക്കുക, വാവട്ടെ പൊക്കെ ഞാൻ ചെയ്തോളാം, കാപ്പി വേണം വാവട്ടെ, ഇങ്ങനെ ഒരാളെ. അത് പുറത്തു നിന്നുള്ളവരോടാണെങ്കിലും ആര് വന്നാലും ചേട്ടൻ അങ്ങനെയായിരുന്നു. എല്ലാവരും മക്കളെ എന്നാണ് വിളിക്കുന്നത്. ആരോട് ചോദിച്ചാലും മക്കളെ എന്നല്ലാതെ ഒരു ആരെയും വിളിച്ചിട്ടില്ല ആളങ്ങനെ. വേറെ ആരെയും ഞാൻ ഇന്ന് വരെ ആരുടെ അടുത്ത് കയർത്ത് സംസാരിക്കുന്നതായിട്ടോ ഒന്നും എനിക്കറിയത്തില്ല. 5 വർഷമായി എനിക്കറിയാവുന്നത്. എനിക്കറിയില്ല അങ്ങനെ. ആളെല്ലാവരോടും സ്നേഹമാണ്. എൻ്റെ ചേച്ചിയാണെങ്കിലും ചേട്ടൻ്റെ ഒരുപാട് വയസ്സിന് ഇളയതാണ്. പക്ഷേ അന്ന് ഏട്ടത്തിന്ന് വിളിച്ച ആ വിളി, മരണത്തിന് തലേന്ന് ഏട്ടത്തിന്നാണ് വിളിച്ചത്. അതാണ് സ്നേഹം. ആളുടെ സ്ഥാനമാണ്. ആളുടെ ഒരുപാട് വയസ്സിന് ഇളയതാണ് ചേച്ചി. പക്ഷേ ഏട്ടത്തി അമ്മയല്ലേ, ഏട്ടത്തിന്ന് ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് ഇന്ന് വരെ. ആ പേര് പോലും ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല. ആ പേര് അറിയാവോന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഏട്ടത്തി. ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മിനിസ്റ്റർ വാസവൻ സാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചി വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിക്ക് ഒരു ജോലി നൽകാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രമിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവരുടെയും ആഗ്രഹം ചേച്ചി ഇതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട്. കാരണം ചേച്ചിക്ക് 2 മക്കളുണ്ട്. അവരുടെ ഭാവി അല്ലെ, അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ചേച്ചിക്ക് ഇപ്പോൾ ഒരു ജോലിയൊക്കെ നൽകാമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളൂ. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു കരുതലുണ്ട്. അവരിവിടെ എത്തി ചേച്ചിയെ ആശ്വസിപ്പിക്കാനായിട്ടും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ഇതേപോലെ സാറിന് ഒരുപാട് നന്ദി, മിനിസ്റ്ററിന് സാറിന് നന്ദി. അതുപോലെ സാറ് വന്ന് നേരിട്ട് കണ്ട് അവസ്ഥയൊക്കെ മനസ്സിലാക്കി പാർട്ടിക്കാർ ഇന്ന് രാവിലെയും കൂടെ വന്ന് സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ വാകത്താനം പോലീസ് അധികാരികൾ, അവർക്ക് പ്രത്യേകം നന്ദി. കാരണം അപ്പോൾ തൊട്ട് ആ സമയം തൊട്ട് അവർ എല്ലാ സേഫ് കാര്യങ്ങളും സുരക്ഷ എല്ലാം ഒരുക്കിയിട്ടാണ് ചേട്ടനെ എല്ലാ ബഹുമതിയോടും കൂടെയാണ് ചേട്ടനെ എനിക്ക് തോന്നുന്നത്
സെമിട്രിയിൽ വെച്ചതെന്നാണ് തോന്നുന്നത്. അതുപോലെ അവർ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന് എല്ലാ ഇതിലും ഉണ്ടായിരുന്നു. അത് അവർക്കും ഒരുപാട് നന്ദി. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ സുരാജ് ചേട്ടനാണേലും എല്ലാവരും പറയുന്നുണ്ട് 24 ശ്രീകണ്ഠൻ സാറ്, ഫ്ലവേഴ്സ്, എല്ലാവർക്കും സാധാരണ ജനങ്ങൾക്ക് ചേട്ടനെ വന്ന് കണ്ട് സ്കൂളിൽ കൊണ്ട് പൂക്കൾ വെച്ച ആ കുഞ്ഞു പിള്ളേർക്ക് ഞങ്ങളുടെ ചർച്ച് തിരുമേനി ബിഷപ്പ്, അതായത് ഞങ്ങളുടെ സന്തോഷ് പള്ളിത്താഴം തിരുമേനിയുടെ അനിയൻ, അതുപോലെ പള്ളി ചർച്ചിലുള്ള എല്ലാവരും, അതുപോലെ ഈ നാട്ടുകാർ, തൊട്ടടുത്ത് താമസിക്കുന്നവർ, അപ്പുറത്ത് എല്ലാവരും സഹകരിച്ച്. ഞാനൊന്നും അറിഞ്ഞു പോലുമില്ല. ഞാൻ വേറൊരു ലോകത്തായിരുന്നു. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് കര കയറിയിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് ഒറ്റയ്ക്കാകുമ്പോഴത്തേന് ഞാനിപ്പം നിങ്ങൾ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ്. ഒറ്റയ്ക്കാകുമ്പോൾ ഏട്ടൻ്റെ ചിന്തയാണ്, ഏട്ടനാണ് എനിക്ക് എപ്പോഴും. ഞാൻ നാളത്തെ പറ്റി എന്ത് ചെയ്യും എല്ലാവരും പറഞ്ഞു, പക്ഷേ നാളത്തെ പറ്റി ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാറ്, ചേട്ടൻ എന്നെ ഒറ്റപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് ഒറ്റയ്ക്ക് പിള്ളേരെ നോക്കാൻ എനിക്കൊരു കഴിവില്ലാത്ത ആളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോലുമുള്ള കഴിവില്ല ചേട്ടൻ പോവല്ലേ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. പക്ഷേ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മരണം വരെ ഞാൻ ചേട്ടനെ ഓർത്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ, കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും, എനിക്ക് പറയാൻ അറിയത്തില്ല, എല്ലാവർക്കും നന്ദി. എൻ്റെ ഏട്ടനെ സ്നേഹിച്ചതും ഇനിയും ഏട്ടനെ സ്നേഹിക്കണം, എൻ്റെ ഏട്ടനെ സ്നേഹിക്കണം. ഇനി എന്ത് കൊടുത്താലും, വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എൻ്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എൻ്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനായിരിക്കണം ആ വീട്. ചേച്ചി, ഇപ്പോൾ ഈ വീടിന്റെ വാടക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സേവിങ്സോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ്. അപ്പോൾ ഈ വാടക കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ്? ഈ വീടെന്ന് പറഞ്ഞാൽ ചേച്ചിയൊക്കെ എടുത്തു തന്ന വീടാണ്. ഇനി മുന്നോട്ട് എനിക്കറിയില്ല എന്താന്ന് അവര് ഹെൽപ്പ് ചെയ്യുമോ എനിക്കറിയില്ല. ഇത് വാടക തന്നെയാണ്. പപ്പായ്ക്ക് ഇങ്ങനെ വയ്യാതായതുകൊണ്ടാണ്. എൻ്റെ ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവരെടുത്തു തന്ന വീടായത്. ഇനി എന്നാ ചെയ്യണം? വാടക, എനിക്ക് ജോലിയില്ലല്ലോ. എന്തായാലും ദൈവം വഴി തരും. വാടകയൊക്കെ കൊടുക്കും. ഇത്രയും നടത്തിയില്ലേ ദൈവം. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ചേച്ചി ഇതുപോലെ തന്നെ 2 മക്കളെയും നന്നായിട്ട് വളർത്തി മുന്നോട്ട് ജീവിച്ച് കാണിക്കണം. അവർക്ക് വേണ്ടി ചേച്ചി ജീവിക്കണം. ഒരിക്കലും സുധിച്ചേട്ടൻ്റെ ഒരു വിടവ് ഒരിക്കലും നമുക്ക് നികത്താൻ സാധിക്കില്ല. അതൊക്കെ സത്യം തന്നെയാണ്. ചേച്ചിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഇനി ഏട്ടനെ സ്നേഹിക്കണം, എപ്പോഴും സ്നേഹിക്കണം, എപ്പോഴും മനസ്സിൽ കാണണം ഏട്ടനെ. ഓക്കെ ചേച്ചി, വളരെ നന്ദിയുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു.